ഇതാ ശിശു മാമോദീസ നൽകി നമ്മെ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരാക്കാൻ ആദ്യ നടപടിയെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സൃഷ്ടികർമ്മം അതിൽ തന്നെ അപൂർണത നിറഞ്ഞതാകയാൽ ശിശുവായിരിക്കുമ്പോൾ തന്നെ മാമോദീസ നൽകി പരിശുദ്ധാത്മാവിനെ നൽകി നമ്മെ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ശിശു മാമോദീസ നമുക്ക് നൽകാനായിട്ടുള്ള കാരണം യോഹന്നാന്റെ സുവിശേഷത്തില് 3-ാം അധ്യായത്തില് 5-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മനുഷ്യ സൃഷ്ടിയിലെ അപൂർണത നികത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച സൃഷ്ടികർമ്മത്തിൽ പ്രപഞ്ച സൃഷ്ടിയിൽ പൂർണ്ണത കൈവന്നത് പിതാവിന്റെയും പുത്രന്റെയും അരൂപിയായ പരിശുദ്ധാത്മാവ് സൃഷ്ടവസ്തുക്കളുടെ മേൽ കാറ്റിന്റെ രൂപത്തിൽ ചലിച്ചപ്പോഴാണ്. നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് ഉരുവാക്കപ്പെട്ട നമുക്ക് ദൈവത്തിന്റെ പൂർണ്ണത നൽകപ്പെടാൻ തുടങ്ങിയത് മാമോദീസായിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു ആശയവും ചിന്താഗതിയുമാണ് ശിശു മാമോദീസ കൊടുത്തിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. ഒരിക്കല് ഏതാനും കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ അവരെ തടഞ്ഞു. ഉടനെ ഈശോ പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുക്കൽ വരുവാൻ അവരെ അനുവദിക്കുക, കാരണം അവരെ പോലെ ഉള്ളവരുടേതാണ് ദൈവരാജ്യം. ശിശുക്കൾക്കാണ് ദൈവരാജ്യം പ്രാപിക്കുവാനുള്ള യോഗ്യത കൂടുതലായിട്ടുള്ളത്. പ്രായം ചെന്നവർക്ക് പശ്ചാത്തപിച്ച് ഒരുങ്ങാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജന്മപാപവും ഉണ്ടെങ്കിൽ കർമ്മപാപവും നീക്കി നമ്മെ ദൈവത്തിന്റെ മക്കളും ദൈവരാജ്യത്തിന്റെ അവകാശികളുമാക്കുന്ന കൂദാശയാണ് മാമോദീസ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജന്മപാപം ഉണ്ടെങ്കിൽ കർമ്മപാപം അവ നീക്കി നമ്മെ ദൈവത്തിന്റെ മക്കള് ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുന്ന കൂദാശയാണ് മാമോദീസ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ നല്ല ദൈവത്തിന് 1000-10,000 കോടി നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കാരണം ശിശു മാമോദീസായാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഓരോ നാളിലും പടിപടിയായി ക്രിസ്തീയ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്ക് നമ്മള് പ്രവേശിപ്പിക്കപ്പെട്ടു. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം നമ്മളോട് പറയുകയാണ്, പടിപടിയായി ഓരോ നാളിലും നമ്മളെല്ലാവരും ക്രിസ്തീയ ജീവിതത്തിന്റെ ഉൾക്കാഴ്ചകളും ജ്ഞാനവും പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്കും തികവിലേക്കും നമ്മളെല്ലാവരും കടന്നു വരണം. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യോഹന്നാന്റെ 15:16 ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നമ്മളെല്ലാവരെയും കുറിച്ചുള്ള യേശുവിന്റെ തിരുവചനമാണിത്. എന്തിനാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനുമായി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ തീരണം. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാരിൽ ജനിച്ച് ശിശുപ്രായം
ബാല്യപ്രായം, കൗമാരപ്രായം, യൗവനപ്രായം, ഇതിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ അഭിലഷിക്കുന്നത് നമ്മള് വളർന്ന് ഉത്തരവാദിത്വങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തിയും അറിവും ജ്ഞാനവും പ്രാപിച്ച് സ്വന്തം കുടുംബത്തിനും മറ്റുള്ളവർക്കും സഭയ്ക്കും രാജ്യത്തിനും നന്മ ചെയ്യുന്നവരായി, ധാരാളം നന്മ ചെയ്യുന്നവരായി നമ്മളെല്ലാവരും വളർന്നു വരണം. ഇതാണ് മാതാപിതാക്കന്മാരുടെ, പ്രിയപ്പെട്ടവരുടെ, നമ്മെക്കുറിച്ച് സങ്കല്പങ്ങൾ നെയ്തെടുക്കുന്നവരുടെ, സ്നേഹത്തോടുകൂടിയുള്ള കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്നവരുടെ മനോഭാവങ്ങൾ. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബം, അയൽപക്കം, ചുറ്റുമുള്ള ലോകം, സഭ, സാർവത്രിക സഭ, ഇവിടെയെല്ലാം ധാരാളം നന്മ ചെയ്യുന്നവരായി വളർന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തില് പറയുന്നുണ്ട്, എന്റെ കൈവെപ്പ് മൂലം നിങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കത്തിജ്വലിക്കുവാനിടയാകണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ആളിക്കത്തണം. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മിൽ നിറയണം. പരിശുദ്ധാത്മാവിലൂടെ സ്വാർത്ഥതയുടെ അടിവേരുകൾ പിഴുതെറിയപ്പെടണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് കടന്നു പോകുമ്പോൾ ഇപ്രകാരം തന്റെ ശിഷ്യരോട് സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാന്റെ സുവിശേഷം 1:29. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തില് 700 കോടി മനുഷ്യരുണ്ടെങ്കിൽ 700 കോടി മനുഷ്യരും പാപികളാണ്. ആത്മീയ അന്ധത ഉള്ളവരാണ്. തെറ്റായ ലക്ഷ്യങ്ങളുടെ പുറകെ, പലതിന്റെയും പുറകെ പോകുന്നവരാണ്. 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായ യൂദാസ് തന്റെ ജീവിത ലക്ഷ്യം, തന്റെ ദൈവവിളിയുടെ ലക്ഷ്യം മറന്ന് പണത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരുന്നു. പലപ്പോഴും യേശു സ്നേഹത്തോടെ അവനെ തിരുത്തിയെങ്കിലും അവൻ ലോകത്തിന്റെ അരൂപിയിൽ തിന്മയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ അവസാനം ആത്മഹത്യയിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. സ്വന്തം ഗുരുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. ജീവിത നൈരാശ്യത്തിന്റെ ദുരാത്മാവ് അവനെ പിടികൂടി ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു. ജീവിതത്തില് തന്റെ ദൈവവിളി മറന്ന് പലതിന്റെയും പിന്നാലെ പോകുന്നവർ പാപം ചെയ്യുന്നു. പാപം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണ്, നമ്മളെ തന്നെ നശിപ്പിക്കലാണ്, നമ്മിലുള്ള ദൈവകൃപ നഷ്ടപ്പെടുത്തലാണ്. അങ്ങനെയുള്ളവര് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് പാപം ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിച്ച് വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. കാരണം ഇവർ ആത്മീയ അന്ധതയിലാണ്. കാരണം എന്താണ്? കഴിഞ്ഞ കാലത്തിൽ ചെയ്ത പാപങ്ങൾ പശ്ചാത്തപിച്ച് പാപം വെറുത്തുപേക്ഷിക്കാതെ ആ പാപം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നു. അത് ആത്മീയ അന്ധതയായി മാറി. പശ്ചാത്തപിക്കാൻ സാധിക്കാത്ത ഹൃദയ കാഠിന്യത്തിലേക്ക് അവർ കടന്നു വന്നു. സ്നേഹിക്കാൻ കഴിവില്ലാത്ത മാനസിക അവസ്ഥയിലേക്ക് അവർ കടന്നു വന്നു. ഓരോ ദിവസവും ആത്മപരിശോധന ചെയ്ത് തങ്ങളുടെ പാപങ്ങൾ പശ്ചാത്തപിച്ച് ഉപേക്ഷിച്ച് ജീവിത വിശുദ്ധീകരണം കൈവരിക്കുവാൻ നമുക്ക് കടമയുണ്ട്. ദ്രവ്യാഗ്രഹം പാപമാണ്. ജഡികാസക്തിക്ക് അടിമപ്പെടുക പാപമാണ്. വാശിവൈരാഗ്യത്തിനും അഹങ്കാരത്തിനും ദുരഭിമാനത്തിനും പരനിന്ദയ്ക്കും കരുണയില്ലായ്മയ്ക്കും അടിമപ്പെടുന്നത് പാപമാണ്. നമ്മുടെ പാപങ്ങൾ ഓരോ ദിവസവും
പശ്ചാത്തപിച്ച് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നീട് പശ്ചാത്തപിക്കാനേ സാധിക്കാത്തൊരവസ്ഥ വരും. ആ അവസ്ഥയിലായിരുന്നു ഈശോയെ കുരിശിൽ തറച്ച കൊലയാളികളും കുരിശുമരണത്തിലേക്ക് നയിച്ച യഹൂദ നേതാക്കന്മാരും ആത്മീയ അന്ധതയിലായിരുന്നു. അതിനാൽ കുരിശിൽ കിടന്നുകൊണ്ട് യേശു സംസാരിച്ച വചനങ്ങളില്, പ്രാർത്ഥിച്ച വചനങ്ങളില് ഏറ്റവും ആദ്യത്തെ വചനം ഇതായിരുന്നു: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവരുടെ പാപത്തിന് പരിഹാരമായി ഞാൻ കുരിശിൽ മരിക്കുന്നു, ഞാൻ അവർക്ക് പാപപരിഹാര ബലിയാണ്. ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നമ്മെക്കുറിച്ചുമുള്ള പ്രാർത്ഥനയാണ്. യേശുവിന്റെ ഓരോ വചനവും ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ് ആണ്, നിത്യമായ വചനമാണ്. ലോക അവസാനം വരെ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. സ്വയം ന്യായീകരിച്ചുകൊണ്ട് തങ്ങളുടെ തെറ്റിൽ അവർ തുടരുന്നു. ആത്മീയ അന്ധതയിൽ അവർ തുടരുന്നു. മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിൽ അവർക്കൊരു വിഷമവുമില്ല. സ്വയം ന്യായീകരിക്കുന്നതിൽ അവർ സമർത്ഥരാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മള് കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ചെന്നിരുന്നാലും കർത്താവ് ഇനിയും നമ്മുടെ പാപങ്ങൾ വെളിപ്പെടുത്തി തരും, മനസ്സിലാക്കി തരും. ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലേക്ക് ഒരു ജനലിന്റെയോ വാതിലിന്റെയോ മതിലിന്റെയോ ഏതെങ്കിലും സുഷിരത്തിലൂടെ ഒരു പ്രകാശ തരംഗം ആ മുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മള് ആ മുറിക്കകത്തിരുന്ന് ആ പ്രകാശ വീജിയെ നോക്കുമ്പോൾ, ആ പ്രകാശ വീജിയിൽ, ആ പ്രകാശ തരംഗത്തിലേക്ക് നോക്കുമ്പോൾ, പ്രകാശ പ്രവാഹത്തിലേക്ക് നോക്കുമ്പോൾ ആയിരക്കണക്കിന് പൊടിപടലങ്ങൾ അതിൽ കാണാൻ സാധിക്കും. സാധാരണ പ്രകാശത്തിൽ കാണാൻ പറ്റാത്തത്, ഇരുട്ടുള്ളപ്പോൾ കാണാൻ പറ്റാത്തത്, ഇരുട്ടിന്റെ പാളികളെ ഭേദിച്ചുകൊണ്ട് പോകുന്ന പ്രകാശവീതിക്കുള്ളിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പൊടിപടലങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലെ ദൈവിക പ്രകാശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിലേക്ക് ഇനിയും വരുമ്പോൾ, പശ്ചാത്തപിച്ച് ഉപേക്ഷിക്കാത്ത അനേകം സ്വാർത്ഥതയുടെ മേഖലകൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ ഉടനെ കുമ്പസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത അവസരത്തിൽ നമ്മൾ കുമ്പസാരത്തിൽ അത് ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കണം. കാരണം പാപം എവിടെയുണ്ടോ അവിടെ പിശാചിന്റെ അടിമത്തം കടന്നു വരും. അഴുക്കുള്ളിടത്തേക്ക് ഈച്ച കടന്നു വരുന്നു. നമ്മൾ അടിച്ചോടിച്ചാലും അടുത്ത നിമിഷം തന്നെ അഴുക്കുള്ള സ്ഥലത്തേക്ക് വീണ്ടും ഈച്ച പറന്നു വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തില് ഒളിഞ്ഞും മറഞ്ഞും ഇരിക്കുന്ന അഹങ്കാരം, കുറ്റം വിധി, സ്വയം ന്യായീകരണം, ആത്മീയ അന്ധത, സ്വാർത്ഥത, ഇത് നമ്മിൽ ഉള്ളിടത്തോളം കാലം പിശാചിന് വന്നിരിക്കാവുന്ന സ്ഥലമാണ് നമ്മുടെ മനസ്സ്. പിശാച് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മളെ ദുഷ്പ്രേരണകളാൽ അടിമപ്പെടുത്തും. വെറുപ്പിന്റെയും കുറ്റംവിധിയുടെയും അഹങ്കാരത്തിന്റെയും അശുദ്ധിയുടെയും ചിന്തകൾ നമ്മുടെ തലയിൽ നിറയ്ക്കാൻ നമ്മുടെ ശത്രുവായ പിശാച് ശ്രമിക്കും. അതിനാൽ പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ ഓരോ ആഴ്ചയും പശ്ചാത്തപിച്ച് ഒരുങ്ങി ദാഹിച്ച് കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുന്നത് നല്ലതാണ്. ഓൺഗോയിങ് റിപ്പന്റൻസ്, നിരന്തര അനുതാപം, ഓൺഗോയിങ് ഇന്നർ ഹീലിംഗ്, നിരന്തരമായ ആന്തരിക സൗഖ്യം, അതുപോലെ തന്നെ ഓൺഗോയിങ് സാങ്ക്ടിഫിക്കേഷൻ, നമ്മളെ തന്നെ വീണ്ടും വീണ്ടും വിശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഒരു ഭീകരനായി, ഒരു മതതീവ്രവാദിയായി കഴിഞ്ഞ കാലം പശ്ചാത്തപിക്കാൻ അദ്ദേഹത്തിന് ഒന്നുമില്ലായിരുന്നു. യഹൂദമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിക്കുന്നവരെ പീഡിപ്പിക്കുക, അറസ്റ്റ് ചെയ്യിക്കുക, ജയിലിലടയ്ക്കുക, ഇതായിരുന്നു സാവൂളിന്റെ മതതീവ്രവാദത്തിന്റെ പരിണത ഫലം. എന്നാൽ ഒരു വേള ജെറുസലേമിൽ നിന്ന് ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് ഏതാനും പടയാളികളോടൊപ്പം ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാനുള്ള അധികാരപത്രവും വാങ്ങിക്കൊണ്ട്
കുതിരപ്പുറത്ത് ഡമാസ്കസിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു പ്രകാശം ശൗലിനെ കുതിരപ്പുറത്തുനിന്ന് തട്ടി താഴെയിട്ടു. മറ്റുള്ളവർക്കൊരു കുഴപ്പമുണ്ടായില്ല, അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ശൗലിന്റെ കണ്ണിന്റെ കാഴ്ച ഏതാണ്ട് 3 ദിവസത്തേക്ക് അസ്തമിച്ച പോലെയായി. ശരീരം തളർന്ന് തകർന്ന് കിടക്കുമ്പോൾ സ്വർഗത്തിലെ സ്വരം ശൗൽ കേട്ടു. ശൗൽ, ശൗൽ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ശൗൽ മറുപടിയായി ചോദിച്ചു, കർത്താവേ, നീ ആരാണ്? സ്വർഗത്തിൽ നിന്ന് മറുപടി ഉത്തരം ശൗൽ ശ്രവിച്ചു, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ ഈശോയാണ് ഞാൻ. മറ്റുള്ളവരെ പീഡിപ്പിക്കുമ്പോൾ, ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിക്കുമ്പോൾ, മറ്റുള്ളവർക്കെതിരെ തിന്മ വിചാരിക്കുമ്പോൾ, സഹോദര സ്നേഹത്തിനെതിരെ പാപം ചെയ്യുമ്പോൾ ഈശോ പറയാണ്, നീ എന്നെയാണ് പീഡിപ്പിക്കുന്നത്. ഓരോ വ്യക്തിയിലും ദൈവം വസിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? 1 കൊരിന്ത്യർ 3:16. 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഓരോ മനുഷ്യ വ്യക്തിയുടെയും വില ഈ സൃഷ്ടപ്രപഞ്ചത്തിനേക്കാൾ വിലയേറിയതാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 16:26-28 നാം വായിക്കുന്നു. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? അല്ലയോ മനുഷ്യ, നിന്റെ ആത്മാവിന് മറുവിലയായി നീ എന്ത് കൊടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യ വ്യക്തിയെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, പാപത്തിന് പ്രേരിപ്പിക്കുന്നു, മ്ലേച്ഛതയ്ക്ക് അടിമപ്പെടുത്തുന്നു, നുണ പറഞ്ഞ് ആ വ്യക്തിയുടെ മനസ്സ് തിന്മ കൊണ്ട് നിറയ്ക്കുന്നു, തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു, ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നു, ദൈവത്തെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്നു, ദൈവം നൽകിയ 10 കൽപ്പനകൾ ലംഘിക്കാൻ പ്രേരണ കൊടുക്കുന്നു. അങ്ങനെ അനേക വ്യക്തികളെ പാപത്തിലേക്ക് കഴിഞ്ഞ കാലത്തില് നമ്മൾ നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുവാൻ നമ്മൾ വരും കാലങ്ങളിൽ പ്രേക്ഷിത വേല ചെയ്യണം. കുമ്പസാരിച്ചാൽ മാത്രം പോരാ, ചെറിയ ചെറിയ പരിത്യാഗ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.